ഈ നമുക്കിഷ്ടമില്ലാത്ത ഒന്ന്, അല്ലെ നമ്മൾ അംഗീകരിക്കാത്ത ഒരു വസ്തുത, അത് കഥയായാലും നോവലായാലും നാടകമായാലും സിനിമയിലും എല്ലാം കാണാതിരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഇനി നിയമപരമായി തെറ്റാണെങ്കിൽ കോടതി വഴി അത് നടത്തിയെടുക്കാനുള്ള അവകാശമുണ്ട്. ഇത് ബലപ്രയോഗത്തിൻ്റെ ഭാഷയിൽ ഇത് നടത്താൻ പാടില്ല എന്ന് പറയാൻ മൂന്നാമതൊരാൾക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഗണഗീതം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഗവൺമെൻറ് അവരുടെ കയ്യിലാണ്. ആ രീതിയിൽ അവർക്ക് നിയമപരമായി കൈകാര്യം ചെയ്യുക. അതിനെ വേണമെങ്കിൽ ഇവർക്ക് നോട്ടീസ് കൊടുത്ത് കോടതി വന്ന് എന്താണ് ഗണഗീതം എന്നറിയുക. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഏറ്റവും വലിയ, ഞാൻ ഇതിൻ്റെ ഒരു മഹത്വം കാണുന്നത് RSSൻ്റെ ഗണഗീതെന്നോ സംഘപരിവാറിൻ്റെ ഗണഗീതം എന്നുള്ളതിനേക്കാൾ കൂടുതൽ കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാനവാദിയായ ശ്രീനാരായണ ഗുരുവിനെ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് പറയുന്നുണ്ട്. അതെ, അത് ദക്ഷിണേന്ത്യയിൽ നിന്ന് പരാമർശിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ മറിച്ച് വേണമെങ്കിൽ ഒരു സംഘപരിവാറിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുള്ള ലൈനാണെങ്കിൽ ശങ്കരാചാര്യരെ പറ്റി പറയാമായിരുന്നു. അതെ, ഇന്ത്യ മുഴുവൻ കീഴടക്കിയ ഒരു സന്യാസിയായിരുന്നു ശങ്കരാചാര്യർ. ഋഷിവര്യനായിരുന്നു ശങ്കരാചാര്യർ. സർവജ്ഞപീഠം കയറിയ ആളായിരുന്നു ശങ്കരാചാര്യർ. ശങ്കരാചാര്യരെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരു. കാരണം ആധുനിക ഇന്ത്യ, ആധുനിക ഹൈന്ദവ സമൂഹത്തിൻ്റെ യഥാർത്ഥ മുഖം എങ്ങനെയായിരിക്കണം എന്ന് വരച്ചയായിട്ടയാൾ ആരാ? ശ്രീനാരായണ ഗുരുവാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ പേര് അവിടെ എടുത്തു പറയുന്നത്. ആ വരികൾ ഇങ്ങനെയാണ്: ബഗൽ സിംഗനും ഝാൻസിയും ഇവിടെ പ്രഭാതപേരി മുഴക്കുന്നു, ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു, രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു, ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവിയിടുന്നു, ബലിഹവ്യം തൂവിയിടുന്നു. താങ്കൾ പറഞ്ഞ പോലെ ശ്രീനാരായണൻ അരവിന്ദന്മാർ എന്നാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. സാത്വികരായിട്ടുള്ള ഹൈന്ദവ സന്യാസിമാരെ കുറിച്ച് അതിനകത്ത് പറയുന്നത്. സാത്വികരായിട്ടുള്ള, അതായത് അഗ്രസീവായിട്ടുള്ളതല്ല, മിലിറ്റൻ്റ് ആയിട്ടുള്ളതല്ല, സാത്വികരായിട്ടുള്ളവരാണ്. ഭഗത് സിംഗിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ പൊളിറ്റിക്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഏറ്റവും ത്യാഗം സഹിച്ച് ജീവൻ ബലിയർപ്പിച്ച 2-3 പേരുടെ പേര് അവിടെ പറയുന്നത്. വിവേകാനന്ദനെ പറ്റി പറയുമ്പോൾ ലോകത്തിന് മുഴുവൻ, ഇന്ത്യക്ക് മാത്രമല്ല, അല്ല കേരളത്തിന് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ ഇത് കൊടുത്താണ്. അപ്പം മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇതിനെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും അത്യാവശ്യം ഇവർ ചെയ്യുന്നത് വിവേകാനന്ദനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ റിലീജിയസ് റിഫോമറാണ് എല്ലാ മതത്തിൻ്റെയും. ആ വിവേകാനന്ദനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ മതപരമായൊരു കാഴ്ചപ്പാടിൽ കൂടെ വെറുപ്പോടെ നോക്കിക്കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് പാടുന്നത് RSSകാരായതാണ് ഇവിടെ പ്രശ്നം എന്നെനിക്ക് തോന്നുന്നത്. ഇവിടെ അതിനെക്കാട്ടിൽ ഇതിലൊക്കെ എനിക്ക് ഏറ്റവും വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഇവർ ഈ പറയുന്ന എന്താണ് മതേതരം അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു ആശയം കൂടി ഈ പാട്ട് എന്താണ് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്, അതിലുണ്ട് എന്നുള്ളതാണ്. അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി, പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. അതാണ് ആ വാചകം, പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിരുന്നു മുകുളങ്ങൾ എന്ന് പറയുമ്പം എന്താ അർത്ഥമാക്കുന്നത്? യഥാർത്ഥ ഇന്ത്യ, വൈവിധ്യമാർന്ന ഇന്ത്യ, ആ ഇന്ത്യയെ അംഗീകരിക്കുന്നൊരു ഗാനമാണിത്. തീർച്ചയായും ഇതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കാതെയാണ് പലരും ഇതിനെ വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലം കുറേയായി. ഗണഗീതം പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊറിച്ചൽ വരും ചിലവർക്ക്. ഇത് അനാവശ്യമാണ്, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ചൊറിച്ചലാണിത്. ഇത് നമ്മുടെ നാട്ടിൽ കലാപമുണ്ടാക്കുക, അസ്വസ്ഥത ഉണ്ടാക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ RSSന്റെ ഗണഗീതത്തിനെതിരെ പലരും രംഗത്ത് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മളിപ്പോൾ ഇതിലെ പ്രധാന വരികളാണ് പറഞ്ഞത്. മുസ്ലിങ്ങളെ അടിച്ചോടിക്കണമെന്നോ, ക്രിസ്ത്യാനികൾ ഇവിടെ ജീവിക്കാൻ പാടില്ലെന്നോ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെയോ കോൺഗ്രസ്സുകാരെയോ ഒരാളെക്കുറിച്ചും ഒരാളെയും ആക്ഷേപിക്കാതെ ഈ മണ്ണിനെ സ്നേഹിക്കണം, ഈ നാടിനെ സ്നേഹിക്കണം എന്ന് പറയുന്ന എന്താണ് ദേശീയ സ്നേഹം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ദേശീയോഗ്രഥത്തിന് സഹായിക്കുന്ന ഒരു വലിയ പാട്ടാണ്. അതിനോട് എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക്, വിശ്വാസികളല്ലാത്ത DYFIക്കാരൊക്കെ എന്തിനാണ് ക്ഷേത്രത്തിൽ, അതും ഏതെങ്കിലും പാർട്ടി ഓഫീസിലൊന്നുമല്ല ഇത് പാടിയത്. AKG സെൻറ്ററിലാണോ പാടിയത്? അല്ല. AKG സെൻറ്ററിൽ ഏതെങ്കിലും മീറ്റിങ്ങിലാണോ പാടിയത്? അല്ല. ഒരു ക്ഷേത്രത്തിൽ, ഏത് ക്ഷേത്രം? തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഗാനമേള നടക്കുന്നു, അവിടെ ഗണഗീതം പാടുന്നു. ഇവർക്ക് എന്താണ് ഇതിൽ പ്രശ്നം? ഇവരാണ് ഇതിൽ ഇടപെടാൻ വേണ്ടിയിട്ട്, അതും വിശ്വാസികളല്ലാത്തവര്. ഓക്കെ, ഇവരിതിൽ ഇടപെടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏതെങ്കിലും രീതിയിലുള്ള ഒരു എന്താണ് വിഭജനം മുമ്പോട്ട് വെക്കുന്ന എന്തെങ്കിലും പാട്ടാണോ അത്? വിഭജനം ഈ പാട്ടിൽ ഏതെങ്കിലും വരികളിലോ ആശയങ്ങളിലോ വിഭജനമുണ്ടോ? വിഭജനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെല്ലായിടത്തും ഭയപ്പെടുന്നത് അത് എല്ലാ ഫാസിസ്റ്റുകളുടെ ഒരു പൊതു സ്വഭാവമാണ്. ഫാസിസം
ത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കൾ കേരളത്തിൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പല കാര്യങ്ങളിലും പറയേണ്ടി വരും. ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയാൻ ഇവർ മുമ്പിലുണ്ട്, അവർക്കിഷ്ടമല്ലെങ്കിൽ. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലാണ് അവർ പൊക്കി പിടിച്ചുകൊണ്ട് വരികയും ചെയ്യും. അപ്പോൾ ഇവരുടെ ഈ കാഴ്ചപ്പാട് ആണ് ഈ ഗണഗീതത്തെ തടയാൻ. ഞാൻ വലിയ വിപ്ലവകാരിയാണ്, സംഘപരിവാറിനെ എതിർക്കുന്നു എന്ന് കാണിക്കാൻ ഒരു എളുപ്പ വഴിയാണിത്. സംഘപരിവാറിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് നാട്ടുകാരെ കാണിക്കണം. 10 മുസ്ലിംസിൻ്റെയോ ക്രിസ്ത്യൻസിൻ്റെയോ വോട്ട് കിട്ടാനുള്ള ശ്രമം കൂടിയാണത്. അവിടെയാണ് എന്താണ് 10 ഇസ്ലാമിൻ്റെയോ മുസ്ലിംസിനെയോ ക്രിസ്ത്യാനിൻ്റെയോ ഞങ്ങൾ സംഘപരിവാറിനെ എതിർക്കുന്നവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ കേവലം ഒരു പ്രഹസനം മാത്രമാണ് അവിടുത്തെ തൃക്കടവൂരിലെ DYFIക്കാരുടെ എതിർപ്പ്. ഇപ്പോൾ തൃക്കടവൂരിലെ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി DYFIയുടെ ആണ്. അതിൽ അനന്തുവാണ് പോലീസിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പരാതി കൊടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ അമ്പലം ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ 1 മണിയോടുകൂടി, അർദ്ധരാത്രി 1 മണിയോടുകൂടി ഈ RSSകാരെന്ന് ആരോപിക്കുന്നുണ്ട് അനന്തുവിൻ്റെ വീട് ആക്രമിച്ചിരിക്കുന്നു. ജനൽ ചില്ലുകൾ കല്ലുകൊണ്ട് എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. വീട്ടിലുള്ള പുറത്ത് വെച്ചിരുന്ന കസേര തകർത്തിരിക്കുന്നു. ഇരുചക്ര വാഹനം തകർത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി ഇപ്പം അത്തരം വാർത്തകളൊക്കെ മുമ്പോട്ട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഇവിടെയുള്ള പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിലോ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള എന്തെങ്കിലും പാട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വെക്കാൻ പാടില്ല എന്ന് പറയാൻ ഇവരാരാണ്? അല്ലെങ്കിൽ ക്ഷേത്രം ആരുടേതാണ്? ക്ഷേത്രം വിശ്വാസിയുടേതാണ്. ഇതിൽ കൃത്യമായിട്ടും അത്തരത്തിൽ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന അത്തരത്തിലുള്ള ഒരു സംഗതിയാണിത്. അതിലെന്തിനാണ് ഈ വിശ്വാസികളല്ലാത്തവരെന്തിന് ഇടപെടുന്നു എന്നുള്ളതാണ്. അല്ല, അതിനകത്ത് വിശ്വാസം അവിശ്വാസത്തിൻ്റെ പ്രശ്നമില്ല. ഇപ്പോൾ ചാർവാകൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മഹാനായ ഒരു മനുഷ്യനാണ്, നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ക്ഷേത്രകാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായം പറയുന്നതിൻ്റെ അല്ല, ഇവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഇതിനേക്കാൾ നല്ലൊരു ദേശഭക്തി ഗാനോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു ഭക്തി ഗാനോ അവിടെ പാടിയാരെങ്കിലും ചോദിക്കാൻ വന്നെങ്കിൽ മാത്രം മിണ്ടിയാൽ മതി. ഇവർ ഒരു ദേശഭക്തി ഗാനം പാടുന്നുണ്ട്, ചെകുവരയുടെ ചോരച്ചാലുകൾ നീന്തിക്കിടന്നുള്ള മുദ്രാക്കം വിളിച്ചുകൊണ്ട് അമ്പലത്തിന് മുമ്പ് കൂടെ പോകും. മനുഷ്യനെ കൊന്ന് അതിൻ്റെ ചോരക്കാരത്തോടെ നീന്തി കിടന്നോളാൻ പറയുന്ന ഒരു പ്രസ്ഥാനം, പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്മുറക്കാരാണ് ഇവർ, അതിനെ പിൻപറ്റുന്നവരാണ് ഇവർ. അപ്പോൾ അവർക്കിത് പറയാൻ യാതൊരു അവകാശമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എല്ലാ പുഴകളും പല നദികളും പല നിറങ്ങളും ഒക്കെ ഉള്ളത് ഒരുമിച്ചാകുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഐക്യത്തിൻ്റെ കാഴ്ചയാണ്. ലോകം മുഴുവൻ അത് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇവർക്ക് പക്ഷേ അപകർഷതാബോധമുണ്ട്. ഇവരുടെ കൺസെപ്റ്റ് എല്ലാം തകർന്നു പോയി. റഷ്യ ഛിന്നഭിന്നമായി പല കഷ്ണമായി. പക്ഷേ ഇന്ത്യ ഇപ്പോഴും യോജിച്ച് നിൽക്കുന്നു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അടിമുടി സേവന വാസന വിതറി, അതും കൂടി ആവർത്തിക്കുകയാണ് ആ വരികൾ. അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി, അണ്ടർലൈൻ ചെയ്യുന്നു, പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി, പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. ഇത് തന്നെയാണല്ലോ RSS മേധാവി മോഹൻ ഭാഗവത് കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പരാമർശങ്ങൾ. ഈ നാട്ടിലുള്ള എല്ലാവരും, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടാകും, അതൊക്കെ നിങ്ങൾക്ക് ആചരിക്കാം, നിങ്ങൾക്ക് പള്ളിയിൽ പോവാം, ബാങ്ക് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങളെന്താണോ വിശ്വാസം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. പക്ഷെ നിങ്ങൾ ഹിന്ദുക്കളാണ്. അല്ല, ഇവിടെ ഇന്ത്യയിൽ ജനിച്ചു ഹിന്ദു ഒരു കഷ്ടമുണ്ട്, നമ്മളിവിടെ ജീവിക്കുന്ന കഷ്ടമുണ്ട്. ഇപ്പോൾ ലോകത്ത് യൂറോപ്പിൽ എവിടെയെങ്കിലും ഞാൻ ഇതുപോലെ പള്ളി കാണും, അച്ഛന്മാർ കാണും, ഘോഷയാത്ര കാണും, മുസ്ലിം രാജ്യങ്ങളിൽ കാണും. ഇവിടുത്തെ ഇസ്ലാമിൻ്റെ കാഞ്ഞിരമറ്റത്ത് പെരുന്നാൾ നടത്തുന്ന പോലെ അല്ല ഗൾഫിൽ നടത്തുന്നത്, ആണോ? ഇതിനൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ പ്രദേശത്തിനനുസരിച്ച് രൂപപ്പെട്ടൊരു സംസ്കാരമാണത്. ഇന്ത്യ എന്നുള്ള മഹത്തായ രാജ്യത്തിനുള്ളിൽ, അത് യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചിട്ടുണ്ട്. നമ്മളൊരു രാജ്യമാണ്, ആരംഗീകരിച്ചില്ലല്ലോ, ഒരു രാജ്യമായിട്ട് ഇപ്പോൾ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിനുള്ളിൽ ജനിച്ചു വളർന്നവർക്കൊരു സംസ്കാരമുണ്ട്, പൊതു സംസ്കാരമുണ്ട്. അതുകൂടാതെ അവർ ജനിക്കുന്ന കുലത്തിൻ്റെ പ്രദേശത്തിൻ്റെ അനുസരിച്ചുള്ള സംസ്കാരം വരെ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്, ഇപ്പം വിഷു ഓണമൊക്കെ വരുമ്പോൾ മലബാറിലുള്ളവർ, കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ളവർ മാംസാഹാരം ഭക്ഷിക്കും. തിരുവിതാംകൂറുള്ള കൊച്ചിയിലുള്ളവർ ചെയ്യണമെന്നില്ല. കാരണം അത് അവിടെ മതപരമായ കൾച്ചറല്ലത്, ജനിച്ചു വളർന്ന സാഹചര്യത്തിൻ്റെ കൾച്ചർ. അതിനെ നമ്മൾ മതപരമായ ചുരുക്കി കിട്ടുമ്പോൾ അയ്യോ ദേ അവിടെ വിഷുവിൻ്റെ ഹിന്ദുക്കൾ അവിടെ ഇറച്ചി തിന്നു, ആട്ടിറച്ചി തിന്നു എന്ന് പറഞ്ഞാൽ, കോഴി ഇറച്ചി തിന്നു എന്ന് പറഞ്ഞാൽ വലിയ കുറ്റായി നമുക്കിവിടെ കാണാം, അവിടെയുള്ളവർ കാണിയില്ല അങ്ങനെ. അത് ചിലർ ഇവിടെ വരുമ്പോൾ തിരുവിതാംകൂർ വരുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലത്ത് പന്നിയിറച്ചി കിട്ടുന്നുണ്ടല്ലേ, പശു ഇറച്ചി വിൽക്കുന്നുണ്ട്, എല്ലാ ഇറച്ചിയും വിൽക്കും. പക്ഷെ ഇതിനെ ഇന്നതേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ മുമ്പോട്ട് വന്നാൽ, അല്ലെങ്കിൽ ഇന്നത് പന്നിയിറച്ചി കഴിക്കാൻ, ഞങ്ങളുടെ ഇവിടെ പന്നിയിറച്ചി കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ സാമൂഹ്യ സംഘർഷത്തിൻ്റെ വിത്തുപാകും. ഇവിടെ ഇപ്പോൾ ഈ തൃക്കടവൂർ RSSൻ്റെ അനന്തു എന്നുള്ള പയ്യൻ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ആ പയ്യൻ
സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ RSS ഏജന്റാണ്. ന്റെ അല്ല, ഡിവൈഎഫ്ഐയുടെ ഡിവൈഎഫ്ഐയുടെ അനന്തു എന്ന് പറഞ്ഞ പയ്യൻ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ഡിവൈഎഫ്ഐയുടെ ഡിവൈഎഫ്ഐയുടെ അനന്തു എന്ന് പറഞ്ഞ പയ്യൻ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ഏജന്റാണ്. പറഞ്ഞ മനസ്സിലായോ? ഈ സംഘർഷം ഉണ്ടാക്കിയല്ലേ വല്ല ആരും ശ്രദ്ധിക്കാമല്ലോ പോവോ? ഗണഗീതം പാടിയിട്ട് RSS വീട്ടിൽ പോകും. ഇതെങ്ങനെ ഞാനും നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്? ആര് കാരണം? ഇതിപ്പോൾ പൊതുസമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് വന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇത്തരം പരിപാടികൾ ആരെയാണ് സഹായിക്കുന്നത്? തീർച്ചയായിട്ടും എന്തിനെ എതിർക്കുന്ന അവരെയാണ് സഹായിക്കുന്നത്. ഗണഗീതത്തെ പോപ്പുലറൈസ് ചെയ്യാണ്. ഇപ്പം റെയിൽവേ ആണ് അവരുടെ ഒഫീഷ്യൽ പേജിൽ അടുത്തിടെ RSS ഗണഗീതം കുറച്ച് കുട്ടികൾ പാടുന്നു, സ്കൂളുകളിലെ സരസ്വതി വിദ്യാനികേതനാണെന്ന് തോന്നുന്നു, ആ സ്കൂളിലെ പാടുന്ന പാട്ട് പോസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദം ഉണ്ടായി. എന്തിനാണ് ഇത്തരത്തിൽ എല്ലാവരുടെയും റെയിൽവേയിൽ ഇങ്ങനെ ഒരു സോങ് പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിന് പാടിപ്പിച്ചു എന്നുള്ളത്? അതിനുള്ള ഉത്തരവുണ്ടെന്നേ, അതിനുള്ള ഉത്തരം വളരെ കൃത്യമായിട്ടുണ്ട്. അത് ഈ വരികൾ തന്നെ പറയുന്നുണ്ട്. വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി, പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. അതിൽ തന്നെയുണ്ട്, അതിലെല്ലാം ഉണ്ട്. സെക്കുലറിസത്തിൻ്റെ ഏറ്റവും മഹത്തായ കൺസെപ്റ്റാണ്. അതിനെ എതിർക്കേണ്ട ആവശ്യം ഇവർക്കില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒറ്റ ഉദ്ദേശമുള്ളൂ. ഹിന്ദുക്കളെ ഒന്ന് എതിർത്ത് കഴിഞ്ഞാൽ 10 വോട്ട് കിട്ടും. അതുകൊണ്ട് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയില്ല. ആ ഒറ്റ ഉദ്ദേശമില്ലാതെ ബീഫ് തിന്നാതിരിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഒരു 90% പ്രശ്നമല്ല. അത് ആക്കിയെടുക്കുകയാണ്. ആക്കിയെടുക്കുന്നുണ്ട്, ലാഭം കിട്ടുന്നവർക്ക് ആക്കിയെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ എടുക്കുന്ന നിലപാടുകൾ, ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവിത്ര ഭൂമിയായിട്ട് ഭാരതത്തെ കാണുന്നു എന്നുള്ളതാണ്. പരമപവിത്രമതാമീ മണ്ണിൽ. അതോടൊപ്പം തന്നെ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പറയുന്ന വാക്കുണ്ട്. പുണ്യം, പുണ്യവാഹിനി എന്ന് പറയുന്ന വാക്കുണ്ട്. അങ്ങനെയുള്ള ചില വാക്കുകളും കാര്യങ്ങളൊക്കെ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ്. അതായത് മുസ്ലിങ്ങൾ പുണ്യഭൂമിയായിട്ട് കാണുന്നത് ഏതാണ്? മക്ക, മദീനയാണ് ട്രഡീഷണലി. വേറെ ഒന്നും പുണ്യമല്ല. അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾ കാണുന്നത് ഏതാ? അല്ല, അതിൽ യുക്തിയല്ല. അല്ല, ജെറുസലേമാണ്. അതോടൊപ്പം തന്നെ ജൂതന്മാരും ഒക്കെ കാണുന്നത് ജെറുസലേമാണ്. അപ്പം ഈ നാടിനെ പുണ്യഭൂമിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കില്ല. അപ്പോൾ അവരും കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ഈ നാട്ടിൽ പുണ്യഭൂമിയായിട്ട് ഇന്ത്യയെ കാണുന്നതാണ് പ്രശ്നമായിട്ട് പലരും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം കേന്ദ്രത്തിന്റെ നിർദ്ദേശം വന്നല്ലോ, ജനഗണയ്ക്ക് മുമ്പായി വന്ദേ മാതരം ഫുൾ ലൈൻ 3 മിനിറ്റ് 10 സെക്കൻഡ് ആയിട്ടാണ് ഫുള്ള് പാടുകയാണെങ്കിൽ. അതിൽ അവസാനത്തെ വരികൾ, ഒഴിവാക്കിയ വരികളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതിൽ ദേവിയെ സ്തുതിക്കുന്ന, ദേവിയെ, ലക്ഷ്മിയെയും സരസ്വതിയൊക്കെ സ്തുതിക്കുന്ന വരികളുണ്ട് എന്ന് പറഞ്ഞിട്ട് പല മുസ്ലിം നേതാക്കളും ഒക്കെ രംഗത്ത് വന്നിട്ട് പ്രതികരിക്കുന്ന കാര്യവും നമ്മൾ കണ്ടു. എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പം ക്രിക്കറ്റ് കളിക്കാൻ വരുന്നു. ആസ്ട്രേലിയൻ ടീം വരും, സൗത്ത് ആഫ്രിക്കയുടെ ടീം വരും, വെസ്റ്റ് ഇൻഡീസിൻ്റെ വരും, ഇപ്പോൾ സിംബാബ്വേയുടെ വരും, ഇംഗ്ലണ്ട് വരും. എല്ലാ രാജ്യങ്ങൾക്കും അതിനു മുമ്പ് അവരുടെ ദേശീയഗാനം പാടും. എല്ലാ രാജ്യങ്ങളും അതിലൊക്കെ എന്താ പേടിക്കുന്നത് നമുക്കറിയത്തില്ല. രാജ്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കില്ല, രാജ്യത്തെ പുകഴ്ത്തിക്കൊണ്ടോ അഭിമാനം ഉണ്ടാകുന്ന വാർത്തയായിരിക്കും. അത്തരം ദേശീയ ഗാനങ്ങളെ നമ്മൾ എന്തിനാ അവഗണിക്കുന്നു? എന്നാൽ ബ്രിട്ടൻ പല രാജ്യങ്ങളാണ്, ഓരോ രാജ്യത്തു നിന്നും വരുന്നവൻ അവൻ്റെയാണോ പാടുന്നത്? ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് കളിക്കാരൻ ഇന്ത്യയിലെ ഒരു IPL ടീമിലുണ്ട്, അവനോട് ജനഗണമന വയ്ക്കുമ്പം അവൻ പാടുക, അവൻ്റെ ദേശീയഗാനം വേറെ. ഇവിടെ വരുമ്പോൾ അവൻ ആരാ ദേശീയഗാനം ഫോളോ ചെയ്യുന്നത്? ബ്രിട്ടൻ തന്നെ പല ഭാഗത്തുള്ള ഒരുമിച്ചൊരു ടീമിൽ ചേരുമ്പോഴും ഒറ്റ ദേശീയഗാനമാണ്. അമേരിക്കയിലാണ്, USA അങ്ങനെ തന്നെ. അപ്പോൾ ഈ ദേശീയഗാനം എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ, ഈവൻ ചൈന, ഉത്തര കൊറിയ, എല്ലാവർക്കും ഉണ്ട് ദേശീയഗാനത്തിൻ്റെ രാജ്യമുണ്ട്. അതിന് പട്ടി പൂച്ച എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുകയുള്ളൂ ദേശീയഗാനത്തിന് പോയി. റഷ്യ ദേശീയഗാനത്തിന് പട്ടി പൂച്ച കുരങ്ങ് ഇങ്ങനെ കുറേ വാക്കുകൾ മാത്രം പറയുകയുള്ളൂ. അല്ല, അർത്ഥമുള്ള ദേശീയവാക്ക്, രാജ്യസ്നേഹം ഉയർത്തുന്ന ദേശീയവാക്ക്, അതാണ് പറയുന്നത്. അതിനെ എതിർക്കുന്നതിൻ്റെ വാസന അല്ലെ ടെൻഡൻസി എന്ന് പറയുന്നത് ഞാനിപ്പോഴും പറയുന്നു. ഇവിടെ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ആത്യന്തിക പ്രയോജനം കിട്ടാൻ പോകുന്ന സംഘപരിവാറാണ്. സ്ഥലത്തിനും പുണ്യസ്ഥലത്തിനും പ്രശ്നമില്ലെങ്കിൽ ബാബറി മസ്ജിദിന് വേണ്ടി സമരം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബാബറി മസ്ജിദ് പൊളിച്ചത് തെറ്റായി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പുണ്യസ്ഥലം അത് പുണ്യസ്ഥലമല്ല, സാധാരണ സ്ഥലം. അത് പകരം അത്ര സ്ഥലം കൊടുത്താൽ പോരെ? അപ്പോൾ ഈ സ്ഥലം ഇപ്പോൾ കൊടുത്തു, കോടതി വികാരം കൊടുത്തു. അതിനുവേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടർ. അപ്പോൾ ഈ പുണ്യ സ്ഥലമാണെന്ന് നിങ്ങൾ ഒരു സ്ഥലം പുണ്യമാണെന്ന് ആർഗ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുണ്യപവിത്രമാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് തെറ്റ് കാണേണ്ട ആവശ്യമില്ലെന്ന് നമ്മൾ.
അതാണ് ഇത്. എന്തിനാണ് പുണ്യപവിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ആകാശം ഇടിഞ്ഞു വീഴും? അല്ല, ഒന്നാമത്തെ കാര്യം ഈ വരികൾ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മഹനീയത എന്ന് പറയുന്നത്. പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി. അതിന് ശ്രമിക്കണം. പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി. ഒറ്റ മനസ്സെന്ന് പറഞ്ഞിട്ട് അതിലുണ്ട്, എല്ലാവരും ഉണ്ട്. ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, സിഖുകാരനുണ്ട്, ബുദ്ധമതക്കാരനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, സകല ആൾക്കാരുമുണ്ട് എന്നുള്ളതാണത്. അതൊരു വളരെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു തിയറി അല്ല, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയെ അല്ല ഈ പാട്ട് മുമ്പോട്ട് വെക്കുന്നത് എന്ന് അനാവശ്യ രാഷ്ട്രീയത്തിന്റെ പേരിൽ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, വെറുപ്പിന്റെ രാഷ്ട്രീയം പറയുന്ന ആളുകൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ കന്യാകുമാരി വരെ ഈ ഗണഗീതം ഒരു വണ്ടിയിൽ സ്പീക്കറും കെട്ടിയിട്ട് പാടി നടക്കണം എന്നുള്ളതാണ്. ഒരു ചുക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇതാണ് ഇത് പാടുന്നതല്ലാണ്, അർത്ഥമുള്ള പാട്ടാണ്, രാജ്യത്തിന് വേണ്ട പാട്ടാണ്. ഒറ്റ കണ്ടീഷൻ, ഇത് പാടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ആദിവാസിയോ ദളിതനോ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം വരുമ്പോൾ അവനെ തല്ലിക്കൊല്ലാൻ പോലും. തല്ലിക്കൊല്ലാൻ തോന്നില്ല ശരിക്കും. ഇത് ഈ പാട്ടിനെ മനസ്സുകൊണ്ട് എന്താണ് ശരിക്കും സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക്, ഒരു ആദിവാസിയെയോ അല്ലെങ്കിൽ ഒരു ദളിതനെയോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽ പെടുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളെയോ ഒരു കാരണവശാലും ഇകഴ്ത്താനോ അവരെ മാറ്റി നിർത്താനോ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സാറ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പാട്ടിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ശ്രീനാരായണനാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ശങ്കരാചാര്യരെ കുറിച്ചല്ല, ശങ്കരാചാര്യരെ കുറിച്ചല്ല. ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ എന്താണ് കോവിൽ തുറക്കുന്നു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് വിഭജനത്തിന്റെയോ വെറുപ്പിന്റെയോ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന പറയുന്ന ഒരു ഗാനമല്ല. അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെ.